Hello students, welcome to the 10th session this module. Today we are going to learn about the equilibrium of concurrent forces. So a particle A will be in equilibrium if the resultant of all the forces acting on it is 0. So for a particle to be equilibrium, the sum of vector sum, ശ്രദ്ധിക്കണം, വെക്ടർ സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ഷുഡ് ബി 0. ജസ്റ്റ് മാഗ്നിറ്റ്യൂഡിൻ്റെ സമ്മ് 0 ആയി കഴിഞ്ഞാൽ കാര്യമില്ല. മാഗ്നിറ്റ്യൂഡിൻ്റെ സമ്മ് 0 ആവില്ല, കാരണം എല്ലാത്തിനും ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. അപ്പോൾ അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. പക്ഷേ 0 ആവുന്ന എപ്പോഴാണ്? അതിൻ്റെ വെക്ടർ സമ്മ് 0 ആകുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് പാർട്ടിക്കിൾ ക്യാൻ ബി കൺസിഡർ ആസ് ഇൻ ഈക്വിലിബ്രിയം. ഓക്കെ, so for the vector sum of all the forces to be 0, എങ്ങനെയായിരിക്കണം? എല്ലാ ഫോഴ്സിൻ്റെയും എക്സ് കോമ്പണൻറ്റ്, ഇപ്പോൾ 4 n number of forces are there, so n number of forces will be having n number of x components, അല്ലേ? there will be n number of x components. അപ്പോൾ എല്ലാ എക്സ് കോമ്പണൻസിൻ്റെയും സമ്മ് 0 ആയാൽ മതി, എല്ലാ y കോമ്പണൻസിൻ്റെയും സമ്മ് 0 ആയാൽ മതി, എല്ലാ z കോമ്പണൻസിനെയും സമ്മ് 0 ആയാൽ മതി. ഓർ r should be 0, ry should be equal to 0, rz equal to 0. What is rx, ry, rz? rx, ry, rz എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ദ എക്സ് കോമ്പണൻറ്റ് ഓഫ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ കുറേ ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ റിസൾട്ടൻ്റ് കാണാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു, സ്പേസസിലുള്ള ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് കാണാൻ പഠിച്ചു. സോ റിസൾട്ടൻറ്റിൻ്റെ എക്സ് കോമ്പണൻറ്റ് 0 ആയാൽ മതി, വൈ കോമ്പണൻറ്റ് 0 ആയി, സെഡ് കോമ്പണൻറ്റ് 0 ആയി. ദറ്റ് മീൻസ് റിസൾട്ടൻറ്റ് 0 ആയാൽ മതി. റിസൾട്ടൻറ്റ് 0 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സ് കോമ്പണൻറ്റ്, വൈ കോമ്പണൻറ്റ് ആൻഡ് സെഡ് കോമ്പണൻറ്റ് ഓഫ് ഓൾ ദി the resultant will be naturally 0. So നമുക്കൊരു പ്രോബ്ലം നോക്കാം. 3 cables are joined at A where 2 forces P and Q are applied in X and Z direction. നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു A എന്നുള്ള പോയിൻ്റ് ഉണ്ട്, P and Q, 2 ഫോഴ്സസ് Pയും Qയും are applied in P in X direction, actually this is Z direction, okay, and Q in Z direction. Okay, as shown in the figure. If P 3.5 kilonewton, Pയുടെ വാല്യൂ തന്നിട്ടുണ്ട്, Qയുടെ വാല്യൂ 1.5 kilonewton തന്നിട്ടുണ്ട്. Determine the tension in each cable. So there are 2 cables, AC and AB. The point B and C കോർഡിനേറ്റ്സ് ഒക്കെ നമുക്കറിയാം. ആക്ച്വലി ബി എന്ന് പറയുന്നത്, ബിയുടെ കോമ്പണൻസ് എന്ന് പറയുന്നത്, ബി ഈസ് ഇൻ ഇസഡ് വൈ പ്ലെയിൻ അല്ലേ? ഇസഡ് വൈ പ്ലെയിൻ ആണെങ്കിൽ എക്സ് കോമ്പണൻറ്റ് 0 ആയിരിക്കും. വൈ എന്ന് പറയുന്നത് 1.5, ഇസഡ് എന്ന് പറയുന്നത് 0.6. സിയുടെ അഗെയിൻ ഇസഡ് വൈ പ്ലെയിനിലാണ്, പക്ഷേ അത് എക്സ് 0 ആയിരിക്കും, വൈ 1.5, പക്ഷേ ഇസഡ് -1.8 ആയിരിക്കും, നെഗറ്റീവ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഡിറ്റർമിൻ ദ ടെൻഷൻ ഈച്ച് കേബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് ടെൻഷൻ കാണാം. ടെൻഷൻ കാണണമെങ്കിൽ വി ഹാവ് ടു അസ്യൂം ദാറ്റ് എ ഈസ് ഇൻ ഇക്വിലിബ്രിയം. എ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ടെൻഷൻ കാണാൻ പറ്റും. അങ്ങനെയാണ് ടെൻഷൻ കാണാം. സോ പി, അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്? പി ഉണ്ട്, ക്യൂ ഉണ്ട്, പിന്നെ എ ബിയിലുള്ള ടെൻഷൻ ഉണ്ട്, എ സിയിലുള്ള ടെൻഷനുണ്ട്. 4 ഫോഴ്സസാണ് എയുടെ മുകളിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എയുടെ കോർഡിനേറ്റ് നമുക്കറിയാം. എ 0.6 മീറ്റർ അപ്പ് ഫ്രം ദി എക്സ് ആക്സിസ്, ദാറ്റ് മീൻസ് വൈ കോമ്പണൻറ്റ് 0.6 ആണ്, എക്സ് കോമ്പണൻറ്റ് 1.8 ആണല്ലേ. സോ കോർഡിനേറ്റ്സ് ഓഫ് എ 1.8, 0.6, 0 ആണ്. കോർഡിനേറ്റ്സ് ഓഫ് ബി 0, 1.5, 0.6 ആണ്. കോർഡിനേറ്റ് സി 0, 1.5, -1.9. ഡി ഉണ്ടല്ലേ, എവിടെയാണ് ഡി? അപ്പോൾ ഡി എന്നുള്ള പോയിൻ്റ് ആക്ച്വലി എയുടെ തൊട്ട് താഴെയുള്ള പോയിൻ്റാണ്. സോ എയുടെ കറസ്പോണ്ടിങ് എക്സ് അതിന് തൊട്ട് താഴെ നേരെ, ദിസ് ഈസ് ഡി. ഡി എന്ന് വെച്ചാൽ ഇറ്റ് ലൈസ് ഓൺ എക്സ് ആക്സിസ്. സോ ജസ്റ്റ് എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവൂ, 1.8, ബാക്കിയൊക്കെ 0 ആയിരിക്കും. സോ എല്ലാ പോയിൻറ്റും കിട്ടിക്കഴിഞ്ഞു. സോ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് എയുടെ എക്സ് കോമ്പണൻറ്റ്, എയുടെ വൈ കോമ്പണൻറ്റ്, ഇസഡ് എന്ന് വെച്ചാൽ എയുടെ ഇസഡ് കോമ്പണൻറ്റ്. അതേപോലെ എക്സ് ബി, വൈ ബി, ഇസഡ് ബി, എക്സ് സി, വൈ സി, ഇസഡ് സി, എക്സ് ഡി, വൈ ഡി, ഇസഡ് ഡി. നമുക്ക് വേണ്ടത് എ ബി എന്നുള്ള
സപ്പോസ് ദിസ് ഈസ് എ ബി. സോ ദിസ് ഈസ് എ ബി. എ ബിയുടെ യൂണിറ്റ് വെക്ടർ അലോങ് യൂണിറ്റ് വെക്ടർ അലോങ് എ ബി കാണാൻ എന്ത് ചെയ്യണം? എ ബിയുടെ എന്ത് വേണം? ഡിസ്റ്റൻസ് വേണം അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അതിനാണ് എക്സ് ബി മൈനസ് എക്സ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ബി മൈനസ് വൈ എ ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് ബി മൈനസ് സെഡ് എ ഹോൾ സ്ക്വയർ ആയിട്ട് അതിൻ്റെ റൂട്ട് കണ്ടാൽ യു വിൽ ഗെറ്റ് ഡി എ ബി. ഓക്കെ, ഡി എ ബി ഈസ് ഒബ്റ്റെയിൻ. Similarly, we can find the distance between A and C, that is DAC. How? By calculating xc minus xa whole square plus yc minus ya whole square plus zc minus za whole square whole root. അപ്പോൾ എക്സ് സി 0 ആണ്, എക്സ് എ 1.8, വൈ സി 1.5, വൈ എ 0.6, ഇസഡ് സി മൈനസ് 1.8, ഇസഡ് എ 0. ശ്രദ്ധിക്കണം, ഇസഡ് സി മൈനസ് ആണ്, കാരണം അത് അപ്പുറത്തെ ഡയറക്ഷനിലാണ്, സോറി മീൻസ് നെഗറ്റീവ് ഇസഡ് ഡയറക്ഷനിലാണ്. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ യു ഹാവ് ഫൗണ്ട് ഡി എ ബി ആൻഡ് ഡി എ സി. അപ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് വെക്ടർ കാണാൻ അറിയാമല്ലോ. യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് കാണുക? യൂണിറ്റ് വെക്ടർ കാണാൻ എക്സ് സി മൈനസ് ഇപ്പോൾ യൂണിറ്റ് വെക്ടർ അലോങ് എ ബി കാണാൻ എക്സ് ബി മൈനസ് എക്സ് എ ഐ പ്ലസ് വൈ ബി മൈനസ് വൈ എ ജെ പ്ലസ് ഇസഡ് ബി മൈനസ് ഇസഡ് എ കെ ഹോൾ ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? ഡി എ ബി ചെയ്താൽ മതി അല്ലേ? സോ അതിവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓക്കെ. അതിന് മുന്നേ നമ്മൾ ഡി എ ഡിയും കൂടെ കാണാനുണ്ട്. ഡി എ ഡി എന്ന് പറയുന്നത് എക്സ് ടി മൈനസ് എക്സ് എ പ്ലസ് വൈ ഡി ഹോൾ സ്ക്വയർ പ്ലസ് വൈ ഡി മൈനസ് വൈ എ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് ഡി മൈനസ് ഇസഡ് എ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.6 കിട്ടും. ഡി എ ഡി 0.6 കിട്ടും. ഡി എ സി ആണ് നമുക്ക് അടുത്തത് 2.7 വരുന്നത്. ഡി എ ബി എത്രയാണ് വരുന്നത്? ഡി എ ബി ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, സോറി. ഓക്കെ, അതവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആക്ച്വലി അത് 2.1 ആണ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അറൗണ്ട് 2.1. ഡി എ ബി 2.1 ആണ്. സോ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ബി മൈനസ് എക്സ് എ ഇൻറ്റു ഐ പ്ലസ് വൈ ബി മൈനസ് വൈ എ ഇൻറ്റു ജെ. ഇതെന്താണ്? എക്സ് ബി ആണ്, സോറി, ഇത് എക്സ് ബി മൈനസ് എക്സ് എ ആണ്. അതേപോലെ വൈ ബി മൈനസ് വൈ എ ആണ്. ഇസഡ് ബി മൈനസ് ഇസഡ് എ ആണ്. ഇത് ഐ കോമ്പണൻറ്റ്, ഇത് ജെ കോമ്പണൻറ്റ്, ഇത് കെ കോമ്പണൻറ്റ്. ഓക്കെ, സോ ഹോൾ ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? ഡി എ ബി ചെയ്താൽ മതി. ഹോൾ ഡിവൈഡ് ബൈ ഡി എ ബി. സോ ദ യൂണിറ്റ് വെക്ടർ അലോങ് എ ബി എന്ന് പറയുന്നത് ഇതാണ്. യൂണിറ്റ് വെക്ടർ അലോങ് എ ബി. നമുക്ക് അടുത്ത യൂണിറ്റ് വെക്ടർ ഒന്ന് കണ്ടു വെച്ചേക്കാം. കാരണം നമുക്ക് 3 ഡയറക്ഷൻ ഉണ്ട്, എ ബി ഉണ്ട്, എ ഡി ഉണ്ട് അല്ലേ? ആക്ച്വലി നമുക്ക് ക്വസ്റ്റ്യനിൽ 3 കേബിൾസ് ആർ ജോയിൻ്റ് ആണ്. ഓക്കെ, ഇതൊരു കേബിളാണ് എ ഡി, അതാണ് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, സോ എ ഡി ഈസ് ഓൾസോ എ കേബിൾ. സോ ദർ ആർ എ ബി എ സി ഉണ്ട്, എ ഡി ഉണ്ട്, എ ബി ഉണ്ട്, എ സി ഉണ്ട്, എ ഡി ഉണ്ട്, പി ആൻഡ് ക്യൂ 2 ഫോഴ്സസും ഉണ്ട്. സോ ടോട്ടൽ 5 എണ്ണം ഉണ്ട് അല്ലേ? ഇവിടെ ഒരു കേബിളുണ്ട്, ഇവിടെ ഒരു കേബിളുണ്ട്, ഇവിടെ ഒരു കേബിളുണ്ട്, ആൻഡ് അവിടെ ഒരു 2 ഫോഴ്സസ്. മൊത്തം എ എന്നുള്ള പോയിൻ്റ് ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ സമ്മ് 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. ഇതിൻ്റെയൊക്കെ സമ്മ് 0 ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട, ഇതിൻ്റെയൊക്കെ സമ്മ് 0 ആണെന്ന് അസ്യൂം ചെയ്യുക, കാരണം ഇത് ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് നമുക്ക് ഈ 3-ലുള്ള ടെൻഷൻ കണ്ടുപിടിക്കണം. ഇക്വേറ്റ് ചെയ്ത് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്ത്. സോ അപ്പോൾ എ ഡിയുടെയും യൂണിറ്റ് വെക്ടർ ഒന്ന് കണ്ടുവെക്കാം. എലോങ് എ ബി നമ്മൾ കണ്ടുവച്ചു. ഓക്കെ, എ ബി കണ്ടുവച്ചു. യൂണിറ്റ് വെക്ടർ എലോങ് എ സി ഇതാണ്. സോ ദിസ് ഈസ് എക്സ് സി മൈനസ് എക്സ് എ ഇൻറ്റു ഐ, സോറി എക്സ് സി മൈനസ് എക്സ് എ ഇൻറ്റു ഐ പ്ലസ് വൈ സി മൈനസ് വൈ എ ഇൻറ്റു ജെ പ്ലസ് സെഡ് സി മൈനസ് സെഡ് എ ഇൻറ്റു കെ ഹോൾ ഡിവൈഡ് ബൈ ഡി എസ് സി ആണ്, ഡി എസ് സി. സോ യു വിൽ ഒബ്റ്റൈൻ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ എ സി എസ് എസ്. ഇനി യൂണിറ്റ് വെക്ടർ അലോങ് ഡയറക്ഷൻ ഓഫ് ഡി എ ഡി എന്താണ്? എ ഡി എന്ന് പറയുന്നത് ആക്ച്വലി എക്സ് ഡി മൈനസ് എക്സ് എ ഇൻറ്റു ഐ പ്ലസ് വൈ ഡി മൈനസ് വൈ എ ഇൻറ്റു ജെ പ്ലസ് സെഡ് സി മൈനസ് സെഡ് എ ഇൻറ്റു കെ ബൈ
ബൈ എന്താണ്, അതായത് എക്സ് ഡി മൈനസ് എക്സ് എ ഇൻറ്റു ഐ പ്ലസ് വൈ ഡി മൈനസ് വൈ എ ഇൻറ്റു ജെ പ്ലസ് സെഡ് ഡി മൈനസ് സെഡ് എ ഇൻറ്റു കെ ഹോൾ ഡിവൈഡ് ബൈ എന്താണ്, ഇത് ഡിവൈഡ് ബൈ ഡി എ ഡി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ഡി. സോ യു വിൽ ഗെറ്റ് ഇതാണെന്ത് വെക്ടർ, സോറി, ഇത് യൂണിറ്റ് വെക്ടർ അലോങ് എ ഡി. നമുക്കറിയാം ഒരു ഫോഴ്സ് വെക്ടർ ഫോമിൽ എന്താണ്, ഫോഴ്സ് വെക്ടർ ഫോമിൽ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ്, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഈ ഫിഗറിൽ തന്നെ യൂണിറ്റ് വെക്ടർ അലോങ് എ ബി നമ്മൾ കണ്ടുപിടിച്ച ഉടനെ യു ക്യാൻ റൈറ്റ് ദി ഫോഴ്സ് വെക്ടർ അലോങ് എ ബി എസ് ടി എ ബി മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടെൻഷൻ ഇൻ എ ബി, അതായത് മാഗ്നിറ്റ്യൂഡാണ് ടെൻഷൻ ഇൻ എ ബി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സിമിലർലി ഫോഴ്സ് വെക്ടർ അലോങ് എ സി എന്ന് പറയുന്നത് ടി എ സി ഇൻറ്റു യൂണിറ്റ് വെക്ടർ അലോങ് എ സി. പക്ഷേ ടി എ ബി ആൻഡ് ടി എ സി ആർ അൺനോൺ. ഓക്കെ, നമുക്കറിയില്ല ടി എ ബി എത്രയാണ്, ടി എ സി എത്രയാണെന്ന് അറിയില്ല. സിമിലർലി ടി എ ഡി ഇൻറ്റു യൂണിറ്റ് വെക്ടർ അലോങ് എ ഡി ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് വെക്ടർ അലോങ് എ ഡി കിട്ടും. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഫോഴ്സ് അലോങ് പി ക്യൂ എന്താണ്, ഫോഴ്സ് പി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. പി എന്ന് പറയുന്നത് 3.5 കിലോ ന്യൂട്ടൺ ആണ്. ഇറ്റ് ആക്ട്സ് അലോങ് എക്സ് ആക്സിസ് ആണെങ്കിൽ 3.5 ഐ എന്ന് ജസ്റ്റ് എഴുതിയാൽ മതി, ബാക്കി 0J + 0K, കാരണം ഇറ്റ് ആക്ട്സ് അലോങ് എക്സ് ആക്സിസ് ആണ്, അതിന് വൈ കോമ്പണൻറ്റും ഇസഡ് കോമ്പണൻറ്റും ഇല്ല. സിമിലർലി ക്യൂ ആക്ട്സ് അലോങ് ഇസഡ് ഡയറക്ഷൻ, അങ്ങനെയാണെങ്കിൽ 0I + 1.5J + 0K, സിമ്പിളാണ്. അതായത് ഒറ്റ ഡയറക്ഷനിൽ, അതായത് ഐദർ എക്സ് വൈ ഓർ ഇസഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം, ബാക്കി രണ്ട് കോമ്പണൻറ്റ് 0 ആണ് പറഞ്ഞിട്ട് മാഗ്നിറ്റ്യൂഡ് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് ആ ഡയറക്ഷൻ ഇൻറ്റു കെ, അത്രയേ ഉള്ളൂ. ആ ഡയറക്ഷൻ ഇൻറ്റു യൂണിറ്റ് വെക്ടർ അലോങ് ദ ഡയറക്ഷൻ, സിമ്പിളായിട്ട് എഴുതാം. പക്ഷേ എക്സ് വൈ ഇസഡ് അല്ലാത്തൊരു ഡയറക്ഷൻ ആണെങ്കിലാണ് നമുക്ക് യൂണിറ്റ് വെക്ടർ അലോങ് ദ ഡയറക്ഷൻ കണ്ടിട്ട് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, സോ ഇവിടെ you can see that force along P can be written as 3.5 I + 0J + 0K, and similarly force vector along Q 0I + 0J + 1.5K. കാരണം അത് ഇസഡ് ഡയറക്ഷനിലാണ് ഞാനിവിടെ എഴുതിയത്, ഇത് ആക്ച്വലി വൈ ഡയറക്ഷനിലല്ല, ഇസഡ് ഡയറക്ഷനാണ്. അപ്പോൾ ഇത് റോങ് ആണ്. ഇസഡ് ഡയറക്ഷനിലാണെങ്കിൽ K 1.5K ആണ്, 0J 0I + 1.5K ആണ്. ഓക്കെ, സോ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഷുഡ് യു ഡു? അപ്പോൾ നമുക്ക് എല്ലാ ഫോഴ്സും കിട്ടിക്കഴിഞ്ഞു, 5 ഫോഴ്സും കിട്ടി അല്ലേ, 5 ഫോഴ്സ്. പി കിട്ടി, യു ഗോട്ട് ദി പി, യു ഗോട്ട് ദ ക്യൂ, യു ഗോട്ട് ടെൻഷൻ അലോങ് എ ഡി, യു ഗോട്ട് ടെൻഷൻ അലോങ് എ ബി, ടെൻഷൻ അലോങ് എ സി. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഫോർ ഇക്വിലിബ്രിയം എന്ത് വേണം, സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആർ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആർ എക്സ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എല്ലാ ഐ കോമ്പണൻസിൻ്റെയും സം എന്തായിരിക്കണം, സിഗ്മ ഓൾ ഐ കോമ്പണൻസ് ഷുഡ് ബി 0. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഐ കോമ്പണൻസ് നോക്കാം, ഐത്ത് കോമ്പണൻറ്റ് നോക്കാം. ഒന്നാമത്തെ ഐത്ത് കോമ്പണൻ്റ് ആണ് ഇത് ടി എ ബി ഇൻറ്റു -0.86 ഐ, കണ്ടോ, ടി എ ബി ഇൻറ്റു -0.6. അതേപോലെ അടുത്തതിൻ്റെ ഐത്ത് കോമ്പണൻ്റ് ആയിരിക്കും ഇത് വരിക, എ സിയുടെ ഐത്ത് കോമ്പണൻ്റ് പറയുന്നത് ടി എ സി ഇൻറ്റു 0.76 ആണ്, മൈനസ് ആണ്, സോറി ആക്ച്വലി ഇതൊരു എററാണ്, സോറി, ആക്ച്വലി ഇറ്റ് മസ്റ്റ് ബി, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, ഇത് 0.67 ആണോ 0.76 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്, പ്രിൻറ്റിങ് എറർ ആയിരിക്കാം. സോ അതൊന്ന് കൺഫേം ചെയ്യാം. ആ ടി എ സി ഇൻറ്റു 0.67 ആണെന്ന് തോന്നുന്നു. ഓക്കെ, 0.67 ഇവിടെ എഴുതാം, അത് മൈനസ് ആണെങ്കിൽ മൈനസ് ആയിട്ട് എഴുതാം. അടുത്തത് ഐത്ത് കോമ്പണൻ്റ് എന്ന് പറയുന്നത് എ ഡിയുടെ ആണ്, എ ഡിയുടെ ഐത്ത് കോമ്പണൻ്റ് 0I ആണ്, 0I ആണ്. അപ്പോൾ
0. അടുത്ത പിയുടെ ഐ കോമൺ 3.5 ആണ്. ക്യൂയുടെ ഐ കോമൺ 0 ആണ്. അപ്പോൾ ഇത് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ ഇൻ 2 അൺനോൺസ് TAB ആൻഡ് TAC. ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഈ ഒരു ഇക്വേഷനിൽ 2 അൺനോൺ ഉണ്ട്. TAB TAC ഈസ് അൺനോൺ. സിമിലർലി നമ്മൾ അടുത്തത് സിഗ്മ എഫ് ഓഫ് y ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ ജെ കോമ്പണൻറ്റ് നോക്കാം. എല്ലാത്തിൻ്റെയും ജെ കോമ്പണൻറ്റ്. ഒന്നാമത്തേൻ്റെ ജെ കോമ്പണൻറ്റ് വെച്ചാൽ 0.43 ഇൻറ്റു TAB ആണ്. 0.43 ഇൻറ്റു TAB. അതേപോലെ രണ്ടാമത്തേൻ്റെ ഐത്ത് കോമ്പണൻറ്റ് 0.33 TAC ആണ്. 0.33 TAC. അതേപോലെ മൂന്നാമത്തേൻ്റെ ഐത്ത് കോമ്പണൻറ്റ് പറയുന്നത് എ ഡിയുടെ ഐത്ത് കോമ്പണൻറ്റ് -1 ഇൻറ്റു TAD ആണ്. സോറി, ആക്ച്വലി ഇതെന്താണ് -1 ഇൻറ്റു TAD. അപ്പോൾ ഇവിടെ -TAD. ഇനി പിക്കും ക്യൂക്കും ഐത്ത് കോമ്പണൻറ്റ് ഉണ്ടോ? സോറി, ജെത്ത് കോമ്പണൻറ്റ് ഉണ്ടോ? ഇല്ല. പിക്കും ക്യൂക്കും ഇല്ല. അത് 0. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അനദർ ഇക്വേഷൻ ടു 3 അൺനോൺ TAB TAC TAD 3 അൺനോണായി. അതുപോലെ സിഗ്മ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 0. അതിൽ എല്ലാത്തിൻ്റെയും ആക്ച്വലി ഇവിടെ നോക്കാം. സോ യു ക്യാൻ സീ ഹിയർ TAB ഇൻറ്റു 0.29 ഒന്നാമത്തത് കേത്ത് കോമ്പണൻറ്റ്. അതേപോലെ ഇവിടെ TAC ഇൻറ്റു -0.67. അതേപോലെ ഇവിടെ TAD ഇൻറ്റു 0. ദിസ് ഈസ് 0. ഇവിടെ 0. ഇവിടെ ഒരു 1.5. അതൊക്കെ ആഡ് ചെയ്യാം. ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. അതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഈ 3 ഇക്വേഷൻ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യാം. കാരണം ഇവിടെ ഈ 2 ഇക്വേഷനിൽ 2 അൺനോൺ ആണ്. 2 ഇക്വേഷൻ 2 അൺനോൺസ് യു ക്യാൻ സോൾവ് യൂസിങ് യുവർ നിങ്ങൾക്കറിയാമല്ലോ നമ്മളെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. എലിമിനേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ എലിമിനേഷൻ മെത്തേഡോ അങ്ങനത്തെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്ത് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് സോൾവ് ചെയ്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് TADയും കൂടെ കണ്ടുപിടിക്കുക. അപ്പോൾ 3 ഇക്വേഷനും 3 അൺനോൺ ഉണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി സോൾവ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അത് അറിയില്ലെങ്കിൽ യൂട്യൂബിൽ അതിൻ്റെ ട്യൂട്ടോറിയൽസ് ഉണ്ടാവും. ആ ട്യൂട്ടോറിയൽസ് നോക്കിയിട്ട് എങ്ങനെയാണ് ജസ്റ്റ് നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ XYZ എന്നുള്ള 3 വേരിയബിൾ എടുക്കാൻ പറ്റും. അതിൻ്റെ കോഎഫിഷ്യൻസാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റർ തന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻസ് തരുന്നതായിരിക്കും. അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് TAB TAC TAD. സോ ദിസ് ഈസ് ഹൗ യു സോൾവ് എ പ്രോബ്ലം വേർ equilibrium of concurrent forces come into play. Okay. സോ കൺകറൻറ്റ് ഫോഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഫോഴ്സസിൻ്റെ സം ഈക്വൽ ടു 0 ഇട്ടാൽ മതി. ഇഫ് നോൺ കൺകറൻറ്റ് ആണെങ്കിലോ നോൺ കൺകറൻറ്റ് ഫോഴ്സസിൽ മൊമെൻറ്റ് സം ഓഫ് മൊമെൻറ്റ് ഷുഡ് ഓൾസോ ബി 0. സിഗ്മ മൊമെൻറ്റ് എല്ലാ മൊമെൻറ്റിനും സമ്മും 0 നോൺ കൺകറൻറ്റ് ആണെങ്കിൽ. സോ ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.